നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ കാണുന്നത് ചാലിയാർ പുഴയാണ്. ഇത് ഫറോക്കിൻ്റെ പുതിയ പാലമാണ്. അവിടെയാണ് ചാലിയാർ പുഴയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഫറോക്ക് പഴയ പാലം കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആ പഴയ പാലമാണ് ഇപ്പോൾ ദീപാലംകൃതമാക്കി മാറ്റി തീർത്തിട്ടുള്ളത്. ഇക്കാണുന്ന ദേശീയപാതയാണ്. ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന പ്രകൃതി രമണീയമായ സ്ഥലത്ത് ചാലിയാർ പുഴയോട് തൊട്ടുകൊണ്ടൊരു PWD റെസ്റ്റ് ഹൗസ് യാഥാർത്ഥ്യമാവുകയാണ്. അതിന് പ്രവർത്തനം വളരെ വേഗത്തിലാണ് നടക്കുന്നത്. എല്ലാ സൗകര്യങ്ങളുമാണ് അടങ്ങിയ ഒരു റെസ്റ്റ് ഹൗസാണ്. കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകൾ ഈ ഗവൺമെൻറ് വന്നപ്പോൾ പരമാവധി ജനങ്ങൾക്ക് പെട്ടെന്ന് മുറി ലഭിക്കുന്ന നിലയിലേക്ക് മാറ്റി തീർക്കണമെന്ന് ഞങ്ങൾ നിശ്ചയിച്ചു. അതിൻ്റെ ഭാഗമായി 2021 നവംബർ മാസം 1 കേരളപ്പിറവി ദിനത്തിന് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. അതുവരെ PWD റെസ്റ്റ് ഹൗസുകളിൽ മുറി എങ്ങനെ ബുക്ക് ചെയ്യും എന്നുള്ളതൊക്കെ അറിയാത്തവരാണ് നമ്മളെല്ലാവരും. കഴിഞ്ഞ സർക്കാർ അതിൻ്റെ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ പെട്ടെന്ന് മുറി ലഭിക്കാൻ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കാനുള്ള തീരുമാനം പ്രാവർത്തികമായി കേരളപ്പിറവി ദിനമായ 2021. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. 2 വർഷവും 4 മാസവും കഴിയാൻ വേണ്ടി പോകും. 2023 നവംബർ 1 2 വർഷമായി. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 2 വർഷവും 3 മാസവും കഴിഞ്ഞു. ഈ കാലയളവിൽ 3 ലക്ഷം പേരാണ് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകളിൽ മുറി ബുക്ക് ചെയ്ത് താമസിച്ചത്. 3 ലക്ഷത്തോളം വരുന്നവർ. 13 കോടിയിലധികം രൂപയുടെ വരുമാനമാണ്. 14 കോടിക്കടുത്ത് വരുമാനം. അതിൻ്റെ ഭാഗമായി അധിക വരുമാനം സംസ്ഥാന സർക്കാരിന് ലഭിച്ചത്. റൂം ബുക്ക് ചെയ്ത 3 ലക്ഷം വരുന്നവർ ഇതുപോലെയൊരു റൂം ഇതിനടുത്ത് എവിടെയെങ്കിലും ബുക്ക് ചെയ്യാൻ ഉണ്ടാകുന്ന ചെലവ് അതിനേക്കാൾ എത്രയോ അധികമാണ്. ഇരട്ടിയിലധികമാണ്. അപ്പോൾ അവരുടെ വ്യക്തിപരമായ ലാഭം നോക്കിയാൽ കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ്, വ്യക്തിപരമായ ലാഭമാണ് ഓരോ പൗരനും ഉണ്ടായത്. റെസ്റ്റ് ഹൗസിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ്. അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ റെസ്റ്റ് ഹൗസുകളെ കൂടുതൽ നവീകരിക്കണം, കൂടുതൽ സൗകര്യം ഉറപ്പുവരുത്തണം, അവിടെ ഭക്ഷണ സൗകര്യം ഒരുക്കണം. ഇതുപോലെ ദീർഘദൂര യാത്രക്കാർക്ക് ഈ റെസ്റ്റ് ഹൗസ് ഉപയോഗിക്കാം. ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ ദീർഘദൂര യാത്രക്കാർക്ക് ഉപയോഗിക്കാനുള്ള ബാത്റൂം ഫെസിലിറ്റി, കംഫർട്ട് സ്റ്റേഷൻ. നമ്മളിന്ന് നേരിടുന്ന ഒരു പ്രശ്നം അതാണ്. ദീർഘദൂര യാത്രക്കാരായാലും ശരി, പെട്ടെന്നൊന്ന് ബാത്റൂമിൽ പോകാനും മറ്റും റോഡ് മാർഗം പോകുന്നവർക്ക് പ്രയാസമുണ്ട്. അതിനിപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് PWDക്ക് റോഡുകൾക്കും മറ്റും ഒപ്പമുള്ള അടുത്തുള്ള സ്ഥലങ്ങൾ, വെറുതെ കിടക്കുന്ന PWD സ്ഥലങ്ങളിൽ ഇത്തരം ഫെസിലിറ്റികൾ ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം PWD റെസ്റ്റ് ഹൗസുകൾ, ഇതുപോലുള്ള റെസ്റ്റ് ഹൗസുകൾ, ദീർഘദൂര യാത്രക്കാർ ഇതുപോലെ ദേശീയപാതയോടൊക്കെ ചേർന്ന് കിടക്കുന്ന റെസ്റ്റ് ഹൗസുകളിൽ അവർക്ക് ഇതിനുള്ളൊരു സൗകര്യം ഒരുക്കുക. അപ്പോൾ പോകുന്നതിനിടയ്ക്ക് ഒരു ബോർഡ് റോഡിൽ വെച്ചാൽ അവർക്ക് വന്ന് ബാത്റൂം പോകാനും ഒന്ന് വിശ്രമിക്കാനും ഒരു ചായ കുടിക്കാനൊക്കെ ഇതുപോലെ സാധിക്കും. മനോഹരമായ സ്ഥലമാണ്. PWD റെസ്റ്റ് ഹൗസുകൾ നമുക്ക് ഇനിയും നവീകരിക്കണം, പുതിയതുപോലെ ഉണ്ടാക്കണം. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് മനോഹരമായ ഒരു റെസ്റ്റ് ഹൗസ് ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഫെബ്രുവരി മാസം 9 അതിൻ്റെ ഉദ്ഘാടനം. നെടുമങ്ങാട് നമ്മുടെ തലസ്ഥാന ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവിടെയാണ് മനോഹരമായ PWD റെസ്റ്റ് ഹൗസ് ഒരുങ്ങുന്നത്. ഇത് കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചാലിയാർ പുഴയോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ റെസ്റ്റ് ഹൗസ്. അധികം വൈകാതെ ഇതും പ്രവൃത്തി പൂർത്തീകരിക്കാനാകും. ഇതൊക്കെ നാടിനേറെ ഗുണകരമാണ്. സഞ്ചാരികൾക്ക് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരാനും താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും ഇതുപോലുള്ള റെസ്റ്റ് ഹൗസ് സൗകര്യങ്ങളിലൂടെ സാധിക്കും. ചെറിയ ചെറിയ പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കാൻ ഇതുപോലുള്ള റെസ്റ്റ് ഹൗസുകൾ ഉപകരിക്കും. ചുരുങ്ങിയ ചെലവിലാണ് ഇതൊക്കെ സംഘടിപ്പിക്കാൻ സാധിക്കുക. ഇത് പീപ്പിൾസ് റെസ്റ്റ് ഹൗസ് എന്ന സംവിധാനമാണ്. ജനകീയ റെസ്റ്റ് ഹൗസാണ്. ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മുറി ലഭിക്കണമെങ്കിൽ കൈകളിലെ മൊബൈൽ ഫോണിൽ വിരൽ തുമ്പിൽ
മൊബൈൽ ഫോണിൽ ബട്ടൺ അമർത്തിക്കൊണ്ട് ഓൺലൈനിലൂടെ റൂം ബുക്ക് ചെയ്യാനാവും. അങ്ങനെ റൂം ബുക്ക് ചെയ്യാനായാൽ അവർക്ക് സധൈര്യം യാത്ര ചെയ്യാനാവും. ഇപ്പോൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവരും എവിടേക്ക് പോകാനും ഇതുപോലെ റൂം ബുക്ക് ചെയ്യാം. കേരളത്തിലേക്ക് വരുന്നവർക്ക് റൂം ബുക്ക് ചെയ്യാം. ഇപ്പോൾ വളരെ നല്ല നിലയിൽ ഇതിൻ്റെ പ്രവൃത്തി നടക്കുന്നു. ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസം എല്ലാവരും ജോലി ചെയ്യുകയാണ്. ജോലി ചെയ്യുന്ന തൊഴിലാളികളൊക്കെ പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ വന്ന് കണ്ടാലറിയാം, എല്ലാ നിലയിലും അവർ ഇതിൻ്റെ പ്രവൃത്തിയിലാണ്. ആ പ്രവൃത്തി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധപ്പെട്ട ചുമതലയുള്ളവരും ആ പ്രവൃത്തി നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്നു. അങ്ങനെ സമയബന്ധിതമായി റെസ്റ്റ് ഹൗസുകളുടെ പ്രവൃത്തികൾ ഇപ്പോൾ നടക്കുന്നത് പൂർത്തീകരിക്കാനും ഒട്ടേറെ കാലമായുള്ള റെസ്റ്റ് ഹൗസുകളെ നവീകരിക്കാനും ആ റെസ്റ്റ് ഹൗസുകളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനും ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റെസ്റ്റ് ഹൗസുകളിൽ റൂം ലഭിക്കത്തക്ക നിലയിൽ റെസ്റ്റ് ഹൗസ് സംവിധാനത്തെ മാറ്റാനുമാണ് ആഗ്രഹിക്കുന്നത്. ഇതിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വലിയ നിലയിലേക്കുള്ള പിന്തുണയാണ് ജനങ്ങൾ നൽകിയിട്ടുള്ളത്. നേരിട്ടും സോഷ്യൽ മീഡിയയിലൂടെയും ഇവിടെ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങളായി സുഹൃത്തുക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. പല റെസ്റ്റ് ഹൗസുകളെക്കുറിച്ചും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് വിമർശനം വന്നു. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ചിലയിടത്ത് ചില നടപടികൾ കൈക്കൊണ്ടു. തുടക്കത്തിൽ റെസ്റ്റ് ഹൗസുകളിലൊക്കെ നേരിട്ട് പോയി പല പരിശോധനകളും നടത്തിയിരുന്നു. ഒരു ടീമിനെ അതിന് നിയോഗിച്ചിരുന്നു. അത് ഗുണമാണ് ഉണ്ടായത്. ഇപ്പോൾ റെസ്റ്റ് ഹൗസുകൾ ജനങ്ങൾക്കേറെ സൗകര്യപ്രദമാകുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് കേരളത്തിലാകെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകളിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഇതുപോലെ പുതിയ പുതിയ ആശയങ്ങൾ എന്തൊക്കെ എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയ വഴി അറിയിക്കണം. ഫേസ്ബുക്കിൽ അറിയിക്കാം, ഇൻസ്റ്റാഗ്രാമിൽ അറിയിക്കാം, മറ്റ് സംവിധാനങ്ങൾ വാട്സപ്പ് മറ്റ് സംവിധാനങ്ങൾ അറിയിക്കാം, നേരിട്ട് അറിയിക്കാം, ഇമെയിൽ ചെയ്യാം. ഇതിലൂടെ അറിയിക്കണം. ഏത് മാറ്റങ്ങളും നമുക്ക് കൊണ്ടുവരാം. ഇതുപോലുള്ള റെസ്റ്റ് ഹൗസുകൾ നമ്മുടെ സംസ്ഥാനത്തിന് വലിയ കരുത്താണ് പകരുന്നത്. ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. പീപ്പിൾസ് റെസ്റ്റ് ഹൗസ് ഇനിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഒക്കെ വെച്ചുകൊണ്ട് ഇനിയും നമുക്ക് നന്നാക്കിയെടുക്കാം. ഇതൊരു പുതിയ റെസ്റ്റ് ഹൗസ് കൂടി നമ്മുടെ കേരളത്തിൽ വരുന്നു. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് 9-ാം തീയതി മറ്റൊരു റെസ്റ്റ് ഹൗസും വരുന്നു. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ റെസ്റ്റ് ഹൗസിനെ എങ്ങനെ ഇനിയും നവീകരിച്ച് കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിലയിലേക്ക് മാറ്റാമെന്നുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.